നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നു. വർഷങ്ങളായി കാത്തിരുന്ന ആ നിമിഷം ഇപ്പോൾ വളരെ അടുത്തായിരിക്കുന്നു. വൃശ്ചികരാശിക്കാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒന്നാണ്. നിങ്ങൾ എത്ര നാളായി കഷ്ടപ്പെടുന്നു എന്ന് എനിക്കറിയാം. എത്ര പ്രയത്നിച്ചിട്ടും ഫലം കിട്ടാതെ നിരാശപ്പെട്ട നിങ്ങളുടെ മുഖം എനിക്ക് കാണാം. പക്ഷേ ഇനി അത് മാറാൻ പോകുന്നു. അടുത്ത 15 ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ തുടങ്ങും. 150 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു അപൂർവ ഗ്രഹസംയോഗമാണ് ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നത്. ഇത് സാധാരണ കാലമല്ല. ഇത് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് മുന്നിൽ കിടന്നിരുന്ന എല്ലാ തടസ്സങ്ങളും ഇപ്പോൾ നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. വർഷങ്ങളായി നിങ്ങളെ പിന്നിലേക്ക് തള്ളിയ ആ ശക്തികൾ ഇപ്പോൾ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകളിൽ വീണ്ടും പ്രതീക്ഷയുടെ വെളിച്ചം തെളിയാൻ പോകുന്നു. ഇന്നേ ദിവസം വളരെ പ്രത്യേകമാണ്. ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഗുരു ഭഗവാന് പുതിയ സ്ഥാനത്തേക്കുള്ള പ്രയാണം ആരംഭിച്ചിരിക്കുന്നു. ശനി ദേവന്റെ സഞ്ചാരം നിങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. രാഹുവും കേതുവും പുതിയ സ്ഥാനങ്ങളിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രഭാവം ചെലുത്താൻ പോകുന്നു. ഗ്രഹദശയുടെ സ്വാധീനം ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമാണ്. ഗ്രഹസഞ്ചാരത്തിന്റെ ഊർജം നിങ്ങളുടെ രാശിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഇത് അത്ഭുതകരമായ ഒരു ജ്യോതിശാസ്ത്ര പ്രതിഭാസമാണ്. നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹവും ഇപ്പോൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ദൈവികശക്തി നിങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറായിരിക്കുന്നു. അടുത്ത 30 ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നു. ഇത് 3 ഘട്ടങ്ങളായി വരും. ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ കാണാൻ തുടങ്ങും. രണ്ടാം ഘട്ടത്തിൽ പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. മൂന്നാം ഘട്ടത്തിൽ നിങ്ങൾ വലിയ വിജയം നേടും. ഇത് 100% നടക്കുന്ന ഒരു അത്ഭുതമാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് സംഭവിക്കും. പ്രപഞ്ചത്തിന്റെ ഊർജം നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു. വർഷങ്ങളായി കഠിനാധ്വാനം ചെയ്തിട്ടും അംഗീകാരം കിട്ടാതിരുന്ന നിങ്ങൾക്ക് ഇപ്പോൾ അത് ലഭിക്കും. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഉന്നത സ്ഥാനത്തുള്ളവർ നിങ്ങളെ വിലമതിക്കും. പുതിയ ജോലിയവസരങ്ങൾ വാതിലിൽ മുട്ടും. ശമ്പളവർദ്ധനവ് സാധ്യമാകും. സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യത വളരെ ശക്തമാണ്. നിങ്ങൾ നേരത്തെ അപേക്ഷിച്ച ജോലി ഇപ്പോൾ ലഭിക്കാം. വിദേശത്തുനിന്നുള്ള ജോലി ഓഫർ വന്നേക്കാം. നിങ്ങളുടെ ബിസിനസ്സിൽ അപ്രതീക്ഷിത വളർച്ച കാണും. നഷ്ടത്തിൽ കഴിഞ്ഞിരുന്ന കച്ചവടം ലാഭത്തിലേക്ക് തിരിയും. പുതിയ പങ്കാളികൾ വന്നേക്കാം. വലിയ കരാറുകൾ ഒപ്പിടാൻ സാധിക്കും. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ടാകും. കടബാധ്യതകൾ കുറയാൻ തുടങ്ങും. ബാങ്ക് ലോൺ അനുവദിക്കപ്പെടും. സാമ്പത്തിക രംഗത്ത് അത്ഭുതകരമായ മാറ്റങ്ങൾ കാണും. പണത്തിന്റെ വരവ് പെട്ടെന്ന് വർദ്ധിക്കും. പണം വരണമെന്ന് പ്രാർത്ഥിച്ചിരുന്ന നിങ്ങൾക്ക് അത് അപ്രതീക്ഷിത വഴികളിലൂടെ വരും. പഴയ കടം തിരിച്ചുകിട്ടും. നഷ്ടപ്പെട്ട സമ്പത്ത് തിരികെ വരും. കുടുംബസ്വത്തിൽ നിന്ന് നിങ്ങളുടെ പങ്ക് ലഭിക്കും. റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിൽ നേട്ടം ഉണ്ടാകും. നിക്ഷേപങ്ങളിൽ ലാഭം കിട്ടും. സ്വർണം വാങ്ങാൻ സാധിക്കും. വാഹനം വാങ്ങുന്നതിനുള്ള പണം ലഭിക്കും. വീട് വാങ്ങാനോ നിർമ്മിക്കാനോ ഉള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടും. നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒന്നൊന്നായി പരിഹരിക്കപ്പെടും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നല്ല തുക കയറി വരും. നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കും. മറ്റുള്ളവരോട് കടം ചോദിക്കേണ്ട സാഹചര്യം ഇനിയില്ല. പ്രണയരംഗത്ത് മനോഹരമായ സംഭവങ്ങൾ നടക്കും. ഒറ്റയ്ക്കായിരുന്ന നിങ്ങൾക്ക് പുതിയ സ്നേഹം വന്നുചേരും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രത്യേക വ്യക്തി പ്രവേശിക്കും. ആ വ്യക്തി നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കും. പഴയ പ്രണയം വീണ്ടും തിരിച്ചുവരാം. പിരിഞ്ഞുപോയ ആളുമായി ബന്ധം പുതുക്കാം. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും തങ്ങളുടെ വികാരം പ്രകടിപ്പിക്കും. ദീർഘകാലമായി സ്നേഹിച്ചിരുന്ന വ്യക്തിയെ വിവാഹം കഴിക്കാൻ കുടുംബം സമ്മതം നൽകും. നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാകും. അവരുമായുള്ള തർക്കങ്ങൾ അവസാനിക്കും. തെറ്റിദ്ധാരണകൾ മാറും. പരസ്പരം മനസ്സിലാക്കാൻ കഴിയും. വിവാഹിതരായവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം കൂടും. ജീവിത പങ്കാളിയുമായി പുതിയ ബന്ധം സൃഷ്ടിക്കപ്പെടും. പരസ്പരം സ്നേഹിക്കാൻ കഴിയും. ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സന്താന സൗഭാഗ്യം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കും. വീട്ടിൽ ശുഭകരമായ സംഭവങ്ങൾ നടക്കും. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടും. മാതാപിതാക്കളുടെ അനുഗ്രഹം ലഭിക്കും. സഹോദരങ്ങളുമായുള്ള വഴക്കുകൾ അവസാനിക്കും. കുടുംബത്തിൽ വിവാഹമോ മറ്റോ ഉള്ള ശുഭകാര്യങ്ങൾ നടക്കും. വീട്ടിലെ രോഗികൾക്ക് ആരോഗ്യം മെച്ചപ്പെടും. കുടുംബത്തിന്റെ സാമ്പത്തിക നില ഉയരും. വീട്ടിൽ സമാധാനം പുലരും. നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല ഭാവി ഉറപ്പാക്കാൻ കഴിയും. അവരുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി കാണും. പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും. വീട് പുതുക്കിപ്പണിയാൻ കഴിയും. വീട്ടിൽ ഒരു പൂജമുറി ഒരുക്കാം. ആരോഗ്യരംഗത്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. പഴയ രോഗങ്ങൾ മാറിത്തുടങ്ങും. ദീർഘനാളായി അനുഭവിച്ചിരുന്ന വേദനകൾ കുറയും. മാനസിക സമ്മർദ്ദം കുറയും. നല്ല ഉറക്കം കിട്ടാൻ തുടങ്ങും. ശരീരത്തിന് പുതിയ ഊർജം ലഭിക്കും. വ്യായാമത്തിനും യോഗയ്ക്കും താൽപ്പര്യം വർദ്ധിക്കും. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാൻ താൽപ്പര്യം ഉണ്ടാകും. മുമ്പുണ്ടായിരുന്ന മോശം ശീലങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയും. ഡോക്ടറെ കാണേണ്ടി വന്നാൽ നല്ല ചികിത്സ ലഭിക്കും. ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നാൽ വേഗം സുഖം പ്രാപിക്കും.
പണ്ട് നടത്തിയ ശസ്ത്രക്രിയയുടെ പാർശ്വഫലങ്ങൾ മാറും. നിങ്ങളുടെ ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിക്കും. വിദ്യാഭ്യാസരംഗത്ത് മികച്ച വിജയം നേടും. പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടും. പ്രതീക്ഷിച്ചതിലും മികച്ച റിസൾട്ട് വരും. മത്സരപരീക്ഷകളിൽ വിജയം ഉറപ്പാകും. നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സിൽ പ്രവേശനം കിട്ടും. സ്കോളർഷിപ്പ് ലഭിക്കാം. വിദേശത്ത് പഠിക്കാനുള്ള അവസരം വന്നേക്കാം. നല്ല സർവകലാശാലയിൽ പ്രവേശനം നേടാം. ഗവേഷണരംഗത്ത് പുതിയ കണ്ടെത്തലുകൾ നടത്താം. അധ്യാപകരുടെ പ്രശംസ നേടും. സഹപാഠികളുടെ സഹായം കിട്ടും. പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ള താൽപ്പര്യം ഉണ്ടാകും. കഴിവുകൾ വികസിപ്പിക്കാനുള്ള പരിശീലനം ലഭിക്കും. സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ പൂർത്തിയാക്കാം. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത വർദ്ധിക്കും. വിദേശത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ ശക്തമാണ്. വിസ അനുവദിക്കപ്പെടും. വിദേശ ജോലിക്കുള്ള ഓഫർ വരും. പഠനത്തിനായി വിദേശത്തേക്ക് പോകാനുള്ള അവസരം കിട്ടും. വിദേശയാത്രകൾ നടക്കും. അവിടെ നിന്ന് നല്ല അനുഭവങ്ങൾ നേടും. പുതിയ സംസ്കാരം മനസ്സിലാക്കാം. വിദേശത്തുള്ള ബന്ധുക്കളെ സന്ദർശിക്കാം. അവിടെയുള്ള ആളുകളുമായി നല്ല ബന്ധം സ്ഥാപിക്കാം. വിദേശത്തുനിന്ന് പണം വന്നേക്കാം. അവിടെ നിക്ഷേപിക്കാനുള്ള അവസരം ലഭിക്കും. പുതിയ ബിസിനസ് പങ്കാളിത്തം ഉണ്ടാകും. ആത്മീയ രംഗത്ത് വലിയ വളർച്ച കാണും. ദൈവത്തോട് അടുപ്പം കൂടും. പ്രാർത്ഥനയിൽ താൽപ്പര്യം വർദ്ധിക്കും. ക്ഷേത്രദർശനം നടത്താൻ അവസരം കിട്ടും. മനസ്സിന് സമാധാനം ലഭിക്കും. ആത്മീയ ഗുരുവിനെ കണ്ടെത്താം. ധ്യാനം ചെയ്യാൻ താൽപ്പര്യം ഉണ്ടാകും. മന്ത്രജപം നടത്താൻ കഴിയും. യജ്ഞങ്ങളിൽ പങ്കെടുക്കാം. ആത്മീയ പുസ്തകങ്ങൾ വായിക്കാൻ സമയം കിട്ടും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാം. തീർത്ഥാടനം നടത്താൻ സാധിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അടുത്ത 30 ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന 3 വലിയ സംഭവങ്ങളാണ്. ആദ്യത്തെ സംഭവം നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിമറിക്കും. അടുത്ത 15 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഒരു അപ്രതീക്ഷിത വാർത്ത കിട്ടും. ആ വാർത്ത നിങ്ങളെ വളരെ സന്തോഷിപ്പിക്കും. അത് ഒരു ജോലി ഓഫറാകാം. വിദേശത്ത് നിന്നുള്ള വിളിയാകാം. വലിയ പണം കിട്ടുന്ന അവസരമാകാം. നിങ്ങൾ കാത്തിരുന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാം. വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒന്ന് നേടാം. നിങ്ങളുടെ കഠിനപ്രയത്നത്തിന് ഫലം കിട്ടും. ആരും പ്രതീക്ഷിക്കാത്ത ഒരു വിജയം നിങ്ങൾ നേടും. നിങ്ങളെ കുറച്ചുകണ്ടവർ അത്ഭുതപ്പെടും. നിങ്ങളെ അവഗണിച്ചവർ ഖേദിക്കും. നിങ്ങളുടെ കഴിവ് എല്ലാവരും അംഗീകരിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാനം ഉയരും. ബഹുമാനം കൂടും. പേർ പ്രശസ്തമാകും. രണ്ടാമത്തെ സംഭവം നിങ്ങളുടെ ബന്ധങ്ങളെ പുതുക്കിപ്പണിയും. അടുത്ത 20 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രത്യേക വ്യക്തി വരും. ആ വ്യക്തി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. അത് ഒരു സ്നേഹിതനാകാം, ഒരു ഗുരുവാകാം, ഒരു മാർഗദർശിയാകാം, ജീവിത പങ്കാളിയാകാം. ആ വ്യക്തി നിങ്ങൾക്ക് പുതിയ വഴികൾ കാണിച്ചുതരും. നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാൻ സഹായിക്കും. നിങ്ങളിലുള്ള മറഞ്ഞിരിക്കുന്ന കഴിവുകൾ പുറത്തുകൊണ്ടുവരും. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രചോദനം നൽകും. പുതിയ ആശയങ്ങൾ പങ്കുവെക്കും. വിലപ്പെട്ട അറിവുകൾ പകർന്നുതരും. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്താരയാകും. പിന്നീട് നിങ്ങൾ ആ വ്യക്തിയെ ഓർത്ത് നന്ദിയുള്ളവരാകും. അവർ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അനുഗ്രഹമായിരിക്കും. മൂന്നാമത്തെ സംഭവം നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ മാറ്റിമറിക്കും. അടുത്ത 30 ദിവസങ്ങളുടെ അവസാനത്തോടെ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. പണം വലിയ തുകയിൽ വന്നേക്കാം. പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ സമ്പത്ത് കിട്ടാം. നിക്ഷേപത്തിൽ നിന്ന് വലിയ ലാഭം ഉണ്ടാകും. ബിസിനസ്സിൽ മഹാനേട്ടം കിട്ടും. നിങ്ങളുടെ ആസ്തി വർദ്ധിക്കും. സ്വത്ത് വാങ്ങാൻ കഴിയും. വീട് വാങ്ങാനോ നിർമ്മിക്കാനോ ഉള്ള പണം കിട്ടും. കുടുംബത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. എല്ലാ കടങ്ങളും അടച്ചു തീർക്കാൻ കഴിയും. ബാങ്കിൽ നല്ല തുക സേവ് ചെയ്യാൻ സാധിക്കും. ഭാവിക്കുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കാം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിക്ക് നല്ല അടിത്തറ പാകാം. നിങ്ങൾ ദീർഘകാലമായി സ്വപ്നം കാണുന്ന ഒരു കാര്യം സാധിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില വെല്ലുവിളികളും ഉണ്ട്. അടുത്ത കാലത്ത് ചില പ്രതിബന്ധങ്ങൾ വന്നേക്കാം. ചില ആളുകൾ നിങ്ങൾക്ക് എതിരായി പ്രവർത്തിച്ചേക്കാം. അസൂയയും വിദ്വേഷവും ഉള്ളവർ നിങ്ങളുടെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാം. പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ധൈര്യവും പരിശ്രമവും ഉപയോഗിച്ച് അവരെ മറികടക്കാം. നിങ്ങളുടെ സത്യസന്ധത നിങ്ങളെ സംരക്ഷിക്കും. ദൈവിക ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട്. ചിലർ നിങ്ങളെക്കുറിച്ച് തെറ്റായ വാക്കുകൾ പറഞ്ഞേക്കാം. പക്ഷേ സത്യം ഒരുനാൾ പുറത്തുവരും. നിങ്ങളുടെ നിഷ്കളങ്കത തെളിയും. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടും. നിങ്ങളെ വഞ്ചിക്കാൻ ശ്രമിച്ചവർ പരാജയപ്പെടും. നിങ്ങളുടെ നന്മ വിജയിക്കും. മറഞ്ഞിരിക്കുന്ന ചില അപകടങ്ങളും ഉണ്ട്. യാത്രയിൽ ശ്രദ്ധിക്കണം. അപകടങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രത പുലർത്തണം. വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധയുണ്ടാകണം. അപരിചിതരെ എളുപ്പം വിശ്വസിക്കരുത്. പണമിടപാടുകളിൽ ജാഗ്രത വേണം. രേഖകളിൽ ഒപ്പിടുന്നതിനു മുമ്പ് നന്നായി വായിക്കണം. വ്യാജമായ വാഗ്ദാനങ്ങളിൽ വീഴരുത്. എളുപ്പത്തിൽ പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞു വരുന്നവരെ സൂക്ഷിക്കണം. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കരുത്. എല്ലാ കാര്യങ്ങളും നന്നായി ചിന്തിച്ചതിനു ശേഷം തീരുമാനിക്കണം. കുടുംബാംഗങ്ങളുടെ ഉപദേശം കേൾക്കണം. വിശ്വസ്തരായ സുഹൃത്തുക്കളുടെ അഭിപ്രായം തേടണം. ആരോഗ്യപരമായ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കഠിനമായ ജോലി ചെയ്യുമ്പോൾ വിശ്രമവും എടുക്കണം. ശരീരത്തിന് ആവശ്യത്തിന് വിശ്രമം നൽകണം. നല്ല ഉറക്കം ഉറപ്പാക്കണം. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കണം. വെള്ളം ധാരാളം കുടിക്കണം.
വ്യായാമം ചെയ്യണം, യോഗ അഭ്യസിക്കണം, മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കണം, ധ്യാനം ചെയ്യണം, പ്രാർത്ഥിക്കണം, ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കണം, നല്ല ചിന്തകൾ മനസ്സിൽ നിറയ്ക്കണം, നെഗറ്റീവ് ചിന്തകൾ ഉപേക്ഷിക്കണം. പരിഹാരങ്ങളും വളരെ പ്രധാനമാണ്. എല്ലാ ദിവസവും രാവിലെ സൂര്യോദയത്തിനു മുമ്പ് എഴുന്നേൽക്കണം, സൂര്യനെ നമസ്കരിക്കണം, സൂര്യമന്ത്രം ജപിക്കണം, തിങ്കളാഴ്ച ശിവക്ഷേത്രം സന്ദർശിക്കണം, ബിൽവപത്രം അർപ്പിക്കണം, ശിവമന്ത്രം ജപിക്കണം, വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ പോകണം, അമ്മയെ വണങ്ങണം, ദേവീസ്തോത്രം ചൊല്ലണം, ശനിയാഴ്ച ഹനുമാൻജിയെ പ്രാർത്ഥിക്കണം, ഹനുമാൻ ചാലീസ് പാരായണം ചെയ്യണം, ഭഗവത്ഗീത വായിക്കണം, രാമായണം പാരായണം ചെയ്യണം, ഭജനങ്ങൾ കേൾക്കണം, ദാനധർമ്മങ്ങൾ ചെയ്യണം, ദരിദ്രർക്ക് ഭക്ഷണം നൽകണം, വിദ്യാർത്ഥികളെ സഹായിക്കണം, അനാഥരെ സഹായിക്കണം, വൃദ്ധജനങ്ങളെ സേവിക്കണം, മൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും നൽകണം, പക്ഷികളെ തീറ്റണം, മരങ്ങൾ നടണം, പരിസ്ഥിതി സംരക്ഷിക്കണം, ആത്മീയമായ ഉയർച്ചയ്ക്കായി കൂടുതൽ പരിശ്രമിക്കണം, ദിവസവും പ്രാർത്ഥിക്കണം, ധ്യാനം ചെയ്യണം, മന്ത്രജപം നടത്തണം, പൂജ ചെയ്യണം, ദീപം കത്തിക്കണം, ധൂപം നൽകണം, പുഷ്പം അർപ്പിക്കണം, നൈവേദ്യം കഴിക്കണം, ആരാധന നടത്തണം, സ്തോത്രങ്ങൾ ചൊല്ലണം, ഭക്തഗീതങ്ങൾ പാടണം, ആത്മീയ പുസ്തകങ്ങൾ വായിക്കണം, സത്സംഗങ്ങളിൽ പങ്കെടുക്കണം, ആത്മീയ ഗുരുക്കന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കണം, ക്ഷേത്രദർശനം നടത്തണം, തീർത്ഥാടനം പോകണം, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കണം, ഗംഗാസ്നാനം നടത്തണം, പവിത്രനദികളിൽ കുളിക്കണം, കൈലാഷ് ദർശനം നടത്താൻ ശ്രമിക്കണം. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരു പുതിയ ദിശയിലേക്ക് തിരിയുകയാണ്. അടുത്ത മാസങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാകും. ഈ സമയം നന്നായി ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വലിയ വിജയം നേടാം. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാം, ജീവിതം പൂർണ്ണമായും മാറ്റിമറിക്കാം. പക്ഷേ ഇതിനുവേണ്ടി നിങ്ങൾ കഠിനമായി പരിശ്രമിക്കണം, ധൈര്യത്തോടെ മുന്നോട്ടു പോകണം, ഒരിക്കലും ഉപേക്ഷിക്കരുത്. വീഴ്ചകളിൽ നിന്ന് പഠിക്കണം, തെറ്റുകൾ തിരുത്തണം, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം, ആത്മവിശ്വാസം നഷ്ടപ്പെടരുത്, നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കണം, വഴിതെറ്റരുത്, സത്യത്തിൽ നിന്ന് മാറരുത്, നന്മയുടെ പാതയിൽ നടക്കണം, നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും സ്നേഹം നിറയ്ക്കണം, മറ്റുള്ളവരോട് ദയ കാണിക്കണം, സഹായം ആവശ്യമുള്ളവരെ സഹായിക്കണം, നന്മ ചെയ്യണം, മറ്റുള്ളവർക്ക് സന്തോഷം നൽകണം, നിങ്ങളുടെ വാക്കുകളിൽ മധുരമുണ്ടാകണം, ആരെയും വ്രണപ്പെടുത്തരുത്, നിന്ദയും ദുഷ്പ്രചാരണവും നടത്തരുത്, എപ്പോഴും സത്യം മാത്രം സംസാരിക്കണം, വ്യാജം പറയരുത്, വഞ്ചന ചെയ്യരുത്, നിഷ്കളങ്കത പാലിക്കണം, ധർമ്മത്തിൽ ഉറച്ചു നിൽക്കണം, നീതി പാലിക്കണം, നിയമം അനുസരിക്കണം, നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ സേവിക്കണം, അവരുടെ അനുഗ്രഹം നേടണം, കുടുംബാംഗങ്ങളെ സ്നേഹിക്കണം, അവരെ പരിപാലിക്കണം, അവരുടെ സന്തോഷത്തിനായി പ്രവർത്തിക്കണം, സഹോദരങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തണം, ബന്ധുക്കളെ സഹായിക്കണം, സുഹൃത്തുക്കളോട് വിശ്വസ്തത കാണിക്കണം, അവരുടെ കഷ്ടകാലത്ത് ഒപ്പം നിൽക്കണം, അയൽക്കാരോട് നല്ല രീതിയിൽ പെരുമാറണം, സമൂഹത്തിൽ ഉത്തരവാദിത്തമുള്ള പൗരനായിരിക്കണം, നിങ്ങളുടെ തൊഴിലിനോട് സമർപ്പണം കാണിക്കണം, കഠിനമായി പ്രവർത്തിക്കണം, ആത്മാർത്ഥത പുലർത്തണം, നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നന്നായി നിർവഹിക്കണം, സമയനിഷ്ഠ പാലിക്കണം, അച്ചടക്കം കാണിക്കണം, നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കണം, പുതിയ വിഷയങ്ങൾ പഠിക്കണം, നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കണം, തന്ത്രപ്രധാനമായി ചിന്തിക്കണം, സർഗാത്മകത വികസിപ്പിക്കണം, നവീനമായ ആശയങ്ങൾ കണ്ടെത്തണം, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം, വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റണം. വൃശ്ചികരാശിക്കാരെ, നിങ്ങളുടെ സമയം വന്നിരിക്കുന്നു. പ്രപഞ്ചം നിങ്ങൾക്കൊപ്പമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഗ്രഹങ്ങൾ അനുകൂലമായി ചലിക്കുന്നു. നിങ്ങളുടെ പൂർവികരുടെ ആശീസ് നിങ്ങൾക്കുണ്ട്. ഗുരുക്കന്മാരുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾക്ക് ജയിക്കാം, വിജയിക്കാം, എല്ലാം നേടാം. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാം. ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കാം, സമാധാനം കണ്ടെത്താം, സമൃദ്ധി നേടാം, സുഖം അനുഭവിക്കാം, ആരോഗ്യം നിലനിർത്താം, ഐശ്വര്യം സ്വന്തമാക്കാം. എന്റെ പ്രിയ വൃശ്ചികരാശി സുഹൃത്തേ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും സംഭവിക്കട്ടെ. എല്ലാ പ്രതിബന്ധങ്ങളും അകന്നുപോകട്ടെ. എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ. നിങ്ങൾക്ക് സമ്പൂർണ്ണ സന്തോഷം ലഭിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിന് സമാധാനം ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുട്ടികൾ വിജയിക്കട്ടെ. നിങ്ങളുടെ ബന്ധങ്ങൾ ശക്തമാകട്ടെ. നിങ്ങളുടെ ആരോഗ്യം നിലനിൽക്കട്ടെ. നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കട്ടെ. നിങ്ങളുടെ പ്രശസ്തി ഉയരട്ടെ. നിങ്ങളുടെ കീർത്തി പരക്കട്ടെ. നിങ്ങളുടെ ജീവിതം പൂർണ്ണമാകട്ടെ. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി കൂടുതൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്താം. നിങ്ങളുടെ ഭാഗ്യം എങ്ങനെ കൂട്ടാം എന്നതിനെക്കുറിച്ച് പറയാം. നിങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങൾ പങ്കുവെക്കാം. വളരെ ശക്തമായ പരിഹാരങ്ങൾ പറഞ്ഞുതരാം. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ അമർത്തണം, ഷെയർ ചെയ്യണം. എല്ലാവരും കാണട്ടെ. എല്ലാവർക്കും ഗുണം ചെയ്യട്ടെ. ഓം നമഃ ശിവായ. ജയ് മാതാദി. ഹർ ഹർ മഹാദേവ്. നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. വന്ദേ മാതരം. ഓം ശാന്തി ശാന്തി ശാന്തി.